ഹലോ മക്കളെ, എല്ലാ ആളുകൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സർ അങ്ങനെ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞു, മക്കളൊക്കെ തന്നെ ഇപ്പോൾ ഫ്രീ ആയി വെക്കേഷനാണ്. വെക്കേഷനിൽ നല്ല സമാധാനത്തോടു കൂടെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം. മക്കളെ ആദ്യം തന്നെ പറയാനുള്ളത്, ഓണം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു സാർ? ഓണം എക്സാമിനെ കുറിച്ച് എന്താ അഭിപ്രായം? എക്സാം ഞാൻ പറയട്ടെ, പേഴ്സണലി ഭയങ്കര ടഫ് അല്ലേ ഓണം എക്സാം? അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. കാരണം നമുക്ക് മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടായിരുന്നു എക്സാം ടഫ് ആവുന്ന. അതെ, പക്ഷെ എന്നിരുന്നാലും എനിക്ക് മക്കളോട് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഓണത്തിന്റെ ഒരു വെക്കേഷനുകളിലേക്ക് നിങ്ങൾ അങ്ങോട്ട് വൈബടിച്ച് നിൽക്കുന്ന സമയത്ത് മക്കളെ മനസ്സിലാക്കണം, നിങ്ങൾ കഴിഞ്ഞ SLCയിലേക്ക് കയറി ആ മൊമെന്റ് തൊട്ട് നന്നായിട്ട് പഠിച്ചിരുന്ന മക്കളാണ്. അവിടെ നിന്ന് എല്ലാ ദിവസവും മേ ബി രാവിലെ എണീറ്റ് രാവിലെ വായിക്കുന്ന മക്കളായിരിക്കാം, അത് കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുന്നു, സ്കൂൾ കഴിഞ്ഞ് രാത്രി വന്നിട്ട് വീണ്ടും വായിക്കുന്ന മക്കളൊക്കെ ആയിരിക്കാം. പക്ഷേ ഇനി വെക്കേഷനിൽ അവരെന്ത് ചെയ്യുന്നു, ഒന്നും കൂടെ കളിച്ചിട്ട് അതിന്റെ വൈബിലേക്ക് അങ്ങോട്ട് മാറിയിട്ട് പിന്നെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു ട്രാക്കും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തരുത്. ഇല്ല സർ, സാധാരണ നമ്മുടെ മക്കൾ കാണുന്ന ഒരു ഫീലിംഗ് ആണ്. പലപ്പോഴും എന്താ വെച്ചാൽ ഇനി അവർ ഫേസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് മേളകളാണ്. അതെ, സത്യമായിട്ട് സ്പോർട്സ്, ആർട്സ്, ശാസ്ത്രമേള, കലാമേള ഇവയെല്ലാം നടക്കുന്ന ഒരു സമയത്തിലേക്കാണ് ഇനി നിങ്ങൾ കയറാൻ പോകുന്നത്. അവിടെയാണെങ്കിലോ ഇവർ ഹൈസ്കൂൾ ഏറ്റവും സീനിയർ ബാച്ചാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഒന്നും കൂടെ വൈബടിച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും, നിൽക്കും. പക്ഷേ മക്കളെ, നമ്മുടെ ഇപ്പോഴുള്ള മാസം തന്നെ ആലോചിക്കുക, നമ്മൾ ഓഗസ്റ്റ് കഴിഞ്ഞത് സെപ്റ്റംബറിലേക്ക് കയറിയിട്ടുണ്ട്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്ന് വെച്ചാൽ 2.5 മാസം കഴിയുമ്പോഴേക്ക് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിനേഷൻ വരികയാണ്. അതിനിടയിൽ നിങ്ങൾക്ക് ചാപ്റ്റേഴ്സുകൾ ഒരുപാട് തീരാനുണ്ട് സർ. ഒരുപാട് ചാപ്റ്റർ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മുടെ പാർട്ടിൽ തന്നെ അറിയാലോ, ചാപ്റ്റർ ഇപ്പൊ ജോഗ്രഫിയിലൊക്കെയാണ് നമ്മളൊന്ന് സ്കിപ്പ് ചെയ്തിട്ടാണ് അടുത്തേക്ക് പോയത്. സത്യമായിട്ടും മൂന്നാമത്തെ ചാപ്റ്റർ സ്കിപ്പ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മൾ ആ മൂന്നാമത്തത് എടുക്കണം. ഇനി ഒരു ടെക്സ്റ്റ് നമുക്ക് വരാനുണ്ട്. അതെ, പാർട്ട് 2 വരാനുണ്ട്. ഇതെല്ലാം വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ചാപ്റ്റേഴ്സുകളും ഒരുപാട് കോണ്ടന്റുകളും നിങ്ങളിലേക്ക് കയറാണ്ട്. ആ ചാപ്റ്റേഴ്സുകൾ എപ്പോൾ തീർന്നു സ്കൂളിൽ നിന്ന് നിങ്ങൾ അറിയില്ല. അത്രയും പെട്ടെന്ന് സ്കൂളുകളിലെ ക്ലാസ്സുകൾ കഴിയും. നിങ്ങൾ ആ ഒരു പ്രോഗ്രാമിന്റെ വൈബിലേക്കും ഓണത്തിന്റെ വൈബിൽ മാറുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, ക്രിസ്മസ് എക്സാമിനേഷൻ എത്തിയിട്ടുണ്ടാകും. ഒരു കാര്യം ഉറപ്പാണ്, ഓണം എക്സാമിനേഷനുള്ള മാർക്ക് ക്രിസ്മസ് എക്സാമിനേഷൻ സാധാരണ മാർക്ക് കിട്ടാറില്ല. അത് മാത്രമല്ല, ക്രിസ്മസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയിൻ എക്സാമിലേക്ക് ടൈം ഇല്ല എന്നുള്ളതാണ്. ക്രിസ്മസ് കഴിഞ്ഞ് ഡിസംബർ കഴിഞ്ഞു, ജനുവരിയിൽ എന്ത് ചെയ്യും, നമ്മൾ IT മോഡൽ തുടങ്ങും. ഫെബ്രുവരിയിൽ മെയിൻ മോഡൽ എക്സാം തുടങ്ങുകയാണ്. മാർച്ചിൽ SLC എക്സാമുമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ SLC ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന ബോധ്യത്തോടു കൂടെ തന്നെയായിരിക്കണം നിങ്ങൾ ഈ ഓണം എക്സാമിനെ യൂസ് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് ഞങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി നിങ്ങളോട് പറയാനുള്ള കാര്യം ഇതാണ്, ഓണത്തിന്റെ ഈ വെക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിങ്ങൾ വൈബടിച്ചോ കളിച്ചോ പുറത്തു പോക്കോ എല്ലാം നടന്നോട്ടെ, ബട്ട് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ ടെക്സ്റ്റ് ബുക്കുകൾ ഒന്ന് മറിച്ചു നോക്കണം. ആ ഒരു പഠിക്കുന്ന ട്രാക്കിൽ നിന്ന് വിട്ടുപോകരുത് എന്ന് മാത്രം. ട്രാക്ക് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ? പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, ഇനിയിപ്പോൾ ഓണം എക്സാമിന് മാർക്ക് കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ അവരും ഒരു തിരിച്ചറിവിലേക്ക് വരണം എന്നുള്ളതാണ് അല്ലേ? അതെ, വരുന്ന എക്സാമുകളൊക്കെ ടഫ് ആയിരിക്കുമെന്നും, അപ്പോൾ ഒരു 1-2 ദിവസം മുൻപ് മാത്രം പഠിച്ചാൽ എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല എന്നുമുള്ള ഒരു തിരിച്ചറിവിലേക്ക് അവരെന്തായാലും വരണം. കൃത്യമായിട്ടും എന്ത് ചെയ്യണം, സാർ പറഞ്ഞ പോലെ ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. പിന്നെ ഓണം എക്സാമിനേഷന്റെ പേപ്പറുകൾ കിട്ടുന്നതിനെ കുറിച്ച് ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും. എന്തായാലും എഴുതാനുള്ളത് എഴുതിയില്ലേ, പേപ്പർ കിട്ടാനുള്ളത് കിട്ടിക്കോളും. അതിൽ വറീഡ് ആയിട്ട് നിൽക്കണ്ട. നിങ്ങൾ അടുത്ത എക്സാമിനേഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാനുണ്ട്, ക്രിസ്മസ് എക്സാമിനേഷൻ വരാനുണ്ട്. അതിലേക്കൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള ഏറ്റവും നല്ല ഓപ്ഷനും കൂടിയാണ് നമ്മുടെ അസ്ത്രയുടെ 3.0 എന്ന് പറയുന്ന നമ്മുടെ ബാച്ച്. ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് അസ്ത്രയുടെ 3.0. അപ്പോൾ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എക്സാമിനൊക്കെ മാർക്ക് കുറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ അസ്ത്ര 3.0 സ്റ്റാർട്ട് ചെയ്യുന്നത്. മാർക്ക് കുറഞ്ഞവർക്ക് മാത്രമൊന്നുമല്ല ഞാൻ സൂചിപ്പിക്കുന്നത് വെച്ചാൽ, മക്കൾ നിങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഉണ്ടായിരിക്കും, നമ്മുടെ ഓണം എക്സാമിനേഷന് ഒരിക്കലും ആ ഒരു ക്വസ്റ്റ്യൻസ് പഠിച്ച മക്കൾക്ക് മാത്രം മാർക്ക് കിട്ടുന്നില്ല. പകരം എന്ത് ചെയ്യണം, കോണ്ടന്റ് പഠിക്കണം, സബ്ജക്റ്റ് പഠിക്കണം. അതിനുള്ള നല്ല ഓപ്ഷനാണ്. സോ ജോയിൻ ചെയ്യാത്ത മക്കളെല്ലാം താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. ഇപ്പോഴാണെങ്കിൽ ഓഫേഴ്സുകളൊക്കെ നടക്കുന്ന സമയമാണ്. കൃത്യമായിട്ട് ആ ഓഫേഴ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് അസ്ത്രയിലേക്ക് വരിക. നമുക്ക് അടിപൊളിയായിട്ട് അവിടെ പഠിക്കാം.